പല നാടുകളിലും യുവാക്കൾ ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ അടിച്ച് പല സ്ഥലങ്ങളിലും അത് കെട്ടിത്തൂക്കിയതായിട്ട് കാണാം. അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ദിവസങ്ങളോളം മാസങ്ങളോളം വിവാഹം അന്വേഷിച്ച് നടന്ന് അവസാനം എങ്ങനെയൊക്കെയൊരു വിവാഹം ശരിയായി വന്നു. ആ വിവാഹം ശരിയായി വന്നു, അതിനെ മുടക്കി, കല്യാണം മുടക്കി എന്നുള്ള വലിയ പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ഒരാളെയും നമ്മൾ പ്രയാസപ്പെടുത്തുന്നത്? എന്തിനാണ്? ഒരാളുടെയും ശാപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാങ്ങിക്കൂട്ടാതിരിക്കുക. ആ ശാപം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ തലമുറകളിലും, അതുമൂലം നമ്മുടെ പരലോക ജീവിതം വരെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചില ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി. ഒരാളെ കുറിച്ച് നമ്മൾ അപവാദം പറയുമ്പോൾ, ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ കത്തിവെക്കുമ്പോൾ, ആ പറയുന്നത് പരിപൂർണമായും വിശ്വാസയോഗ്യമല്ലാത്ത കാര്യമാണെങ്കിൽ, സത്യമല്ലാത്ത കാര്യമാണെങ്കിൽ, അതിന് മറുപടി പറയാതെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മഹ്ശറിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ചില ആളുകളെ കുറിച്ച് പറഞ്ഞത്, അവര് തിന്മകൾ വാരിക്കൂട്ടുന്ന ആളുകളാണ്. ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? നുണപ്രചരണം നടത്തുന്ന ആളുകൾ, മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന ആളുകൾ, അവര് ചെയ്യുന്നത് വലിയ തിന്മ വാരിക്കൂട്ടലാണ്. ആ തിന്മ വാരിക്കൂട്ടുന്നതിലൂടെ അവനറിയാതെ അവന്റെ ജീവിതത്തിലെ നന്മകൾ കൊഴിഞ്ഞു പോകുമെന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇത്തരക്കാർ, ഒരാളെ പ്രയാസപ്പെടുത്തുന്നവൻ, ഒരാളെ ഈബത്ത് പറയുന്നവൻ, ഒരാളെ നമീമത്ത് പറയുന്നവൻ, ഒരാളുടെ വിവാഹത്തെ അനാവശ്യമായ കള്ളക്കഥകൾ പറഞ്ഞു പരത്തി മറ്റുള്ളവന്റെ വിവാഹം മുടക്കുന്ന ആളുകൾ, മറ്റുള്ളവരൊരു നന്മ കിട്ടുമ്പോൾ ആ നന്മയെ തടയുന്നവർ, ഇവരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നാളെ നരകത്തിൽ ഇവരെ ഈയം ഉരുക്കുന്നത് പോലെ നരകത്തിലെ തീ കൊണ്ട് ഉരുക്കി കളയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നന്മകൾ ചെയ്യുന്നതോടൊപ്പം നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ നശിപ്പിച്ചു കളയുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാടെ വർജിക്കുകയും ഒരു നല്ലൊരു മുഅ്മിനാകാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവന്റെ വിഷമങ്ങളിൽ പങ്കുചേരാൻ, മറ്റുള്ളവരുമായ സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ